എ വെരി വാം വെൽക്കം. ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു യാത്ര തിരിക്കുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ എവിടെയാണെന്നല്ലേ? നോർത്ത് ഈസ്റ്റിലേക്ക്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ദാ ഇവിടെ. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആക്ച്വലി 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നതാണ്. 7 സ്റ്റേറ്റ്സ് ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ സ്കൂൾ ജോഗ്രഫിയിൽ നിങ്ങൾ നാച്ചുറലി പഠിച്ചിട്ടുണ്ടാകും. എന്നാലും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. എനിവേ, നമ്മൾ പോകാൻ പോകുന്നത് മേഘാലയയിലേക്കാണ്. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് 7 സിസ്റ്റേഴ്സിലെ ഒരു സ്റ്റേറ്റായ മേഘാലയയിലേക്കാണ്. മേഘാലയ ആക്ച്വലി ആസാമിൻ്റെ ഒരു പാർട്ടായിരുന്നു. ആസാമിലെ 2 ഡിസ്ട്രിക്ട്സ് അടർത്തി മാറ്റിയിട്ടുണ്ടാക്കിയ ഒരു പുതിയ സ്റ്റേറ്റാണ് മേഘാലയ 1972. മേഘാലയ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, മേഘോം കാ ആലയ്, ബാദലോം കാ ഘർ, അബോർഡ് ഓഫ് ക്ലൗഡ്സ്. അതാണ് മേഘാലയയുടെ അർത്ഥം. ഒരുപാട് മേഘങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലം എന്ന് വേണേൽ പറയാം മേഘാലയ. മേഘാലയയുടെ ക്യാപിറ്റൽ ഷിലോങ്ങിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. ഷിലോങ് എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ പ്ലേസാണ്. പ്രകൃതി രമണീയമായ മലകളും അരുവികളും പച്ചിപ്പും നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഷിലോങ് അറിയപ്പെടുന്നത് തന്നെ സ്കോട്ട്ലാൻഡ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ്. ഈസ്റ്റിലെ സ്കോട്ട്ലാൻഡ്, അത്രയ്ക്ക് മനോഹരമാണ് ഷിലോങ്. അതുകൊണ്ട് തന്നെ അതിനെ സ്കോട്ട്ലാൻഡ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്നു. ഈ യാത്ര നമ്മൾ പോകുന്നത് മേഘാലയയിലെ ഷിലോങ്ങിൽ നിന്ന്, ക്യാപിറ്റലായ ഷിലോങ്ങിൽ നിന്ന് ചെറാപുഞ്ചിയിലേക്കാണ്. ചെറാപുഞ്ചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വേൾഡിലെ വെറ്റസ്റ്റ് പ്ലേസായിട്ട് റെക്കോർഡ് ഹോൾഡ് ചെയ്ത, കുറേ വർഷം റെക്കോർഡ് ഹോൾഡ് ചെയ്ത ഒരു പ്ലേസാണ് ഇന്ത്യയിലെ ചെറാപുഞ്ചി, ഈ മേഘാലയയിലെ. പക്ഷേ പിന്നീട് അതിൻ്റെ അടുത്ത് തന്നെ മോസിൻറാം എന്ന് പറഞ്ഞൊരു പ്ലേസാണ് ഇപ്പോഴത്തെ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നത്, വെറ്റസ്റ്റ് പ്ലേസായിട്ട്. ചെറാപുഞ്ചി ഒരുപാട് റെക്കോർഡ് ഹോൾഡ് ചെയ്തിരുന്നു. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് അനുസരിച്ച് മോസിൻറാം 26,000 മില്ലിമീറ്റേഴ്സ് ഓഫ് റെയിൻഫോളാണ് അത് ഹോൾഡ് ചെയ്തത് 1985. അതാണ് അതിൻ്റെ റെക്കോർഡ്. അപ്പോൾ ഈ യാത്ര ആക്ച്വലി നയിക്കുന്നത് പ്രദീപ് പന്താണ്. യാത്ര നമുക്കറിയാം മനുഷ്യൻ്റെ ഒരു അനിവാര്യമായ ഒരു ഘടകമാണ്. മനുഷ്യവികാസത്തിൻ്റെ നമ്മൾ ഹിസ്റ്ററി എടുത്താൽ യാത്ര മനുഷ്യന് അനിവാര്യമായ ഒരു കാര്യമാണ്. യാത്രയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു, കാണുകയും ചെയ്യുന്നു. പക്ഷേ ചിലർ യാത്രകൾ എഴുതി രേഖപ്പെടുത്താറുണ്ട്. അതുപോലെ എഴുതിയ ഒരു യാത്രാ വിവരണമാണ് ചെറാപുഞ്ചി സേ ആയാ ഹും. യാത്രാ വിവരണം നമ്മളെ ആ പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ കൾച്ചർ, ബ്യൂട്ടി, അവിടുത്തെ ഭാഷ, ജീവിത രീതി, അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം നമ്മളെ അനുഭവവേദ്യമാക്കുന്ന ഒന്നാണ് യാത്രാ വിവരണം. അപ്പോൾ ഈ യാത്ര പ്രദീപ് പന്തിൻ്റെ കൂടെ നമ്മളും പോവുകയാണ് ഷിലോങ്ങിൽ നിന്ന് ചെറാപുഞ്ചിയിലേക്ക്. അദ്ദേഹം പറയാണ്, മേഘാലയ യാനി ബാദലോं का घर और मेघालय की राजधानी शिलोंग एक हरा भरा पर्वतीय नगर जहाँ हर वक्त बादल ഉമടത്തെ ഘുമടത്തെ രഹത്തെ ഹെ. ഈ ഷിലോങ്ങിൽ നിന്നുള്ള യാത്ര, അവിടെ എല്ലാം എപ്പോഴും മേഘങ്ങൾ ഇങ്ങനെ ഉമടത്തെ ഘുമടത്തെ രഹത്തെ, മേഘങ്ങളുടെ ആരവമാണ് എപ്പോഴും. ഈ ഹരാഭര പർവ്വതീയ നഗരാണ്, ഒരു മൗണ്ടൻ ഏരിയ ആണ്, നല്ല ഗ്രീനറി ഉള്ള ഹരാഭരയാണ്. ദൂർ ദൂർ തക് കहीं ബർഫ് കാ നാം നഹീ, ഫിർ ഭി അനായാസ് ബാബ നാഗാർജുൻ കി കവിത യാദ് ആ ജാത്തി ഹെ. ആ മലനിരകളെല്ലാം മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയല്ല, എങ്ങും മഞ്ഞ് കാണാനില്ല. എന്നിരുന്നാലും ഹിന്ദിയിലെ ഒരു വലിയ പോയിട്ടാണ് നാഗാർജുൻ, ബാബ നാഗാർജുൻ. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് മേഘങ്ങളെ പറ്റി. അമൽ ധവൽ ഗിരി കെ ശിഖരോം പർ ബാദൽ കോ ഘിർത്തെ ദേഖാ ഹെ. ആ കവിത ഓർമ്മ വരും. ഇവിടെ അമൽ ധവൽ ഗിരിയല്ല, എന്ന് വെച്ചാൽ മഞ്ഞ് മൂടിയിരിക്കുന്ന വെള്ള മലമുകളല്ല ഇവിടെ കാണുന്നത്. എന്നിരുന്നാലും ഈ മേഘങ്ങൾ കാണുമ്പോൾ പ്രദീപ് പന്തിന് ഈ ഒരു കവിത, നാഗാർജുൻ്റെ ഈ ഒരു കവിത അനായാസമായി ഓർമ്മ വരികയാണ്. ഇത്തനാ ബഡാ സ്വച്ഛ സുന്ദർ പർവ്വതീയ നഗർ അപ്നെ ഉത്തർ ഭാരത് മേ കഹീ നഹീ ഹെ. ഇത്രയും മനോഹരമായ ഒരു ഹില്ലി ഏരിയ, ഒരു മൗണ്ടേനിയസ് ഏരിയ നോർത്ത് ഇന്ത്യയിൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല.
ऐसी हरितिमा भी शायद ही कहीं देखने को मिले। शिलोंग का मुख्य बाज़ार अल्मोड़ा के लाला बाज़ार से मिलता जुलता है। स्त्री पुरुषों के चेहरे, नाक नक्श भी कुछ कुछ वैसे ही। लेकिन ना तो अल्मोड़ा का मौसम ही शिलोंग जैसा सुहावना है और ना अल्मोड़ा में शिलोंग जैसी ഹരിതിമ है. ഇദ്ദേഹത്തെ പ്ലേസ് അൽമോഡായും ഷിലോങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് ഇദ്ദേഹം പറയാണ് അവിടുത്തെ മനുഷ്യരുടെ രൂപഭാവങ്ങളും ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാം സിമിലാരിറ്റി ഉണ്ടെങ്കിലും ആ ഒരു പ്രകൃതി രമണീയത ഷിലോങ്ങിന് വളരെയധികം കൂടുതലാണ്. അതുപോലെ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് മോസം വളരെ സുഹാവനയാണ് ഷിലോങ്ങിൻ്റെ ക്ലൈമറ്റ്. और शिलोंग से चेरापूंजी की ओर जाता मार्ग दोनों ओर पहाड़ों और दरख्तों से पटा पड़ा है. यह ऊंचा नीचा സർപ്പാക്കാർ രാസ്ത. ഷിലോങ്ങിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് ചെറാപുഞ്ചിയിലേക്ക്. ഇത് ആക്ച്വലി ഒരു 53 കിലോമീറ്റർ ദൂരെ ഒരു യാത്രയാണ് ഇവർ തിരിക്കുന്നത്. ക്യാപിറ്റൽ ഓഫ് മേഘാലയ ഷിലോങ്ങിൽ നിന്ന് ചെറാപുഞ്ചി ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടിയിരുന്ന ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. രണ്ട് വശത്തും മലകളാണ്. ദോനോ ഓർ പഹാഡോ ഓർ ഊഞ്ച നീച്ച സർപ്പാക്കാർ രാസ്ത. എല്ലാം ഒരു സർപ്പം പിണഞ്ഞിരിക്കുന്ന പോലത്തെ വഴികളാണ്. നമുക്കറിയാം യു ടേൺസും നമുക്ക് ഈ ഊട്ടിയിലും മൂന്നാറിലും ഒക്കെ പോകുന്ന ഈ ചുരം ഇറങ്ങുന്നതൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് ഈ റോഡുകളിങ്ങനെ വളഞ്ഞു പുളഞ്ഞ് സർപ്പം കിടക്കുന്ന പോലെ കിടക്കുന്നത്. रास्ते को पार करते हुए दिखाई पड़ते हैं बादल, बहती है सुहानी हवा और कभी कभी हो जाती है बूंदा बूंदी. ആ വഴികളൊക്കെ ഇങ്ങനെ പോകുമ്പം എപ്പോഴും മേഘങ്ങൾ നമുക്ക് തൊട്ടില്ല എന്ന രീതിയിൽ നമുക്ക് കാണാം. നല്ല കാറ്റ്, സുഹാവ്നി ഹവ और कभी कभी हो जाती है बूंदा बूंदी. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് ഇടയ്ക്ക് മഴയും പെയ്യും. हमारी जीप शिलोंग से 53 किलोमीटर दूर चेरापूंजी की ओर बढ़ रही है. मेरे साथ राज्य के एक अधिकारी श्री संगमा और उनके 2 दोस्त बैठे हैं. അപ്പോൾ ഇവർ ഈ പോകുന്നത് ജീപ്പിലാണ്. ഈ മൗണ്ടനസ് ഏരിയയിൽ എപ്പോഴും ഏറ്റവും സ്റ്റേഡി ആയിട്ടുള്ളൊരു വെഹിക്കിൾ ജീപ്പാണ്. ഈ ജീപ്പിൽ ഒരു സാങ്മ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു ഓഫീസറാണ്, ഗവൺമെൻറ് ഓഫീസറാണ്. അദ്ദേഹത്തിന് 2 സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഈ പ്രദീപ് പന്തുണ്ട്. അപ്പോൾ ഇവർ പോകുന്നത് ഈ ഒരു ജീപ്പിലാണ്. 53 കിലോമീറ്റർ ദൂരമുണ്ട് ഈ യാത്ര. मैं जीप की खिड़की बंद करते हुए सांगमा से पूछता हूँ, क्या साल भर यहाँ वर्षा होती रहती है? അങ്ങനെ ഞാൻ വളരെ കൗതുകത്തോടെ ചോദിക്കും, ഇവിടെ വർഷം മുഴുവൻ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുമോ? जी हाँ, सांगमा कहते हैं और पानी की चर्चा होने पर याद करते हुए से फिर कुछ रुक कर बताते हैं. आपको जानकर ताज्जुब होगा कि मेघालय में खपत से ज़्यादा पन बिजली का उत्पादन होता है. മഴയെപ്പറ്റി പ്രതിപാദിച്ചപ്പോൾ അദ്ദേഹം സാങ്മ അവിടുത്തെ ലോക്കലാണ്, ഒരു ഗൈഡ് എന്ന രീതിയിൽ എൻ്റെ കൂടെ വരികയാണ്. അദ്ദേഹം പറയാണ്, താങ്കൾക്കിത് അറിഞ്ഞിട്ട് അതിശയം തോന്നും, ഞങ്ങളുടെ ഈ സ്റ്റേറ്റിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൻ ബിജ്ലി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഇലക്ട്രിസിറ്റി, വെള്ളം കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ഇലക്ട്രിസിറ്റി, അത് ആക്ച്വലി ഞങ്ങൾ ഹമാരെ ഖപ്പത് സേ ജാദാ ഹെ, ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല അത്രയും, ഞങ്ങൾ അത്ര കൺസ്യൂം ചെയ്യുന്നില്ല. ഞങ്ങൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ വളരെ വലിയൊരു എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഞങ്ങളുടെ സ്റ്റേറ്റ്, പക്ഷേ അത്രയും ഞങ്ങൾ കൺസ്യൂം ചെയ്യുന്നില്ല. ഹം അതിരിക്ത് ബിജ്ലി അന്യ രാജ്യോം കോ ദേ ദേത്തെ ഹെ, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർപ്ലസ് എമൗണ്ട് ഓഫ് എനർജി ഞങ്ങൾ മറ്റ് സ്റ്റേറ്റ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ऐसा मैं सचमुच आश्चर्य से पूछता हूँ. ഞാനങ്ങ് ഞെട്ടിപ്പോയി, ഇങ്ങനെയുണ്ടോ ഒരു സ്റ്റേറ്റ്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളൊക്കെ മറ്റിടത്തുനിന്ന് കടമെടുക്കുന്നു, തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നുമൊക്കെ നമ്മൾ കടമെടുക്കുന്നു. ഇത് ഇവരാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും കൺസ്യൂം ചെയ്യുന്നില്ല പോലും. അപ്പോൾ അത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. लेकिन वह कहते हैं, आपको यह जानकर ताज्जुब होगा कि हमारे 50% से भी कम गाँवों में बिजली पहुंची है. അടുത്ത സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞ അടുത്ത ഫാക്റ്റ് അദ്ദേഹം പറഞ്ഞത് അതിനേക്കാളും ഞെട്ടിക്കുന്നതാണ്. ആദ്യം പറഞ്ഞു ഞങ്ങൾ കൺസ്യൂം ചെയ്യുന്നില്ല അത്ര ഇലക്ട്രിസിറ്റി, ഞങ്ങൾ പ്രൊഡ്യൂസ് അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നു. പിന്നീട് പറയാണ്, താങ്കൾക്കിത് അറിഞ്ഞിട്ട് അതിശയം തോന്നാം, താജുബ് ഹോഗ कि हमारे 50% से भी कम गाँवों में बिजली पहुंची है. ഞങ്ങളുടെ ഗ്രാമങ്ങളിലെ 50% ഗ്രാമങ്ങളിൽ പോലും ഇതുവരെ കറണ്ട് എത്തിയിട്ടില്ല, ഇലക്ട്രിക് വയർ വലിച്ചിട്ടില്ല 50% ഗ്രാമങ്ങളിൽ.
मैं चकित हूँ। यहाँ ज़्यादातर भूभाग, वन क्षेत्र और खनिज वस्तुएं वगैरह निजी हाथों में हैं, ആദിവാസിयों के हाथों में. അപ്പോൾ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇവിടുത്തെ മിക്ക ഭൂപ്രദേശങ്ങളും വനപ്രദേശങ്ങളും പിന്നെ ഖനിജ് വസ്തുവെ ഈ മെറ്റൽസ് ആൻഡ് മിനറൽസ് നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഓരോരുത്തരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആരുടെ കയ്യിലാണ്? ആദിവാസിയോं के हाथों में. ആദിവാസി നമുക്കറിയാം, ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് ലാൻഡ് എന്ന് പറയും, അബോജീൻസ് എന്ന് പറയും. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ അവരെ ഷെഡ്യൂൾ ട്രൈബ്സ് എന്ന് പറയും. അപ്പോൾ അവരാണ് അതിൻ്റെ പ്രധാന അധികാരികൾ, ആ വനപ്രദേശത്തിലെയും ആ വനസമ്പത്തിൻ്റെ എല്ലാം. എന്നിട്ട് ഈ ആദിവാസികളെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ ഈ ആദിവാസികളെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ മേഘാലയയിൽ 3 മേജർ ട്രൈബ്സ് ആണുള്ളത്. ആദിവാസികൾ തന്നെ 3 മേജർ കാറ്റഗറീസാണ്. ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, പക്ഷേ അതിൽ മെയിനായിട്ട് ഗാരോ, ഖാസി, ജൈന്തിയ, ഈ 3 വെറൈറ്റി ഓഫ് ട്രൈബ്സ് ആണ്. അത് ഓരോ മലപ്രദേശങ്ങൾ, ഇപ്പോൾ ഗാരോ ഹിൽസിൽ താമസിക്കുന്നവർ ഗാരോ ട്രൈബ്സ്, അതുപോലെ ഖാസി ഹിൽസിൽ താമസിക്കുന്നവർ ഖാസി, ജൈന്തി ഹിൽസിൽ താമസിക്കുന്നവരെ ജൈന്തി ട്രൈബ്സ് എന്ന് പറയും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? അഗർ ഇൻകെ ഇലാക്കെ മേ ബിജ്ലി ലേ ജാओ तो वे इस सुविधा का लाभ उठाने के बजाय सरकार से मुआवजा मांगते हैं. ഈ ട്രൈബൽ ഏരിയയിൽ നമ്മൾ കറണ്ട് എത്തിക്കുകയാണെങ്കിൽ ഇവർ അതിൻ്റെ ഉപയോഗം ചെയ്യുന്നതിന് പകരം അവർ ഗവൺമെൻറ്റിൽ നിന്ന് കോമ്പൻസേഷൻ ആവശ്യപ്പെടും. മുആവസ, കോമ്പൻസേഷൻ. മുആവസ കിസ് ചീസ് കാ മേ പൂച്ച്താ ഹൂँ. അപ്പം ഞാൻ വളരെ അതിശയിച്ചു, കാരണം നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം എങ്ങനെയും കറണ്ട് എത്തണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ഇവിടെ കറണ്ട് എത്തിക്കുന്ന സർക്കാരിൻ്റെ അടുത്തുനിന്ന് ഇവർ കോമ്പൻസേഷൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിക്കും. സംഗ്മാ समझाते हैं. मान लीजिए सरकार गांवों तक बिजली पहुंचाने के लिए खंबे लगाना चाहती है. जिसकी ज़मीन पर ये खंबे लगेंगे वे लोग कहेंगे कि इसके एवज़ में हमें मुआवजा दिया जाए. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇവർ ഗവൺമെൻറ് ഓരോ വില്ലേജിൽ ഇങ്ങനെ കറണ്ട് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഏതായാലും ഈ ഇലക്ട്രിസിറ്റി തൂണ് നാട്ടണമല്ലോ കറണ്ട് എത്തിക്കണമെങ്കിൽ. അപ്പോൾ ഇവരുടെ ഏരിയയിൽ, ഇവരുടെ ഭൂമിയിൽ ഇത് ഈ ഇലക്ട്രിക് പോൾസ് നാട്ടുമ്പോൾ അവരതിന് വേണ്ടി പകരം ഞങ്ങളുടെ സ്ഥലത്തൂടാണ് കറണ്ട് കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അതിന് കോമ്പൻസേഷൻ വേണമെന്നും പറഞ്ഞ് തർക്കിക്കും. അജീബ് തർക്ക് ഹൈ ഉൻകാ कि बिजली लाने के लिए उनकी ज़मीन का इस्तेमाल किया जा रहा है. അവരുടെ വാദം എന്താണ്? കറണ്ട് വലിക്കുന്നതിന് അവരുടെ വസ്തുവിലൂടെ, അവരുടെ ഭൂമിയിലൂടെയാണിത് വലിക്കുന്നത്. सचमुच अजीब तर्क है, सुनकर हंसी आती है और रहस्य समझ में आता है कि मेघालय में खपत से ज़्यादा बिजली क्यों होती है. കേട്ടപ്പം ചിരി വന്നു, കാരണം സത്യമാണ്, വെറുതെ അല്ല അവിടെ അധികം കൺസ്യൂം ചെയ്യാത്തത് കറണ്ട്. പിന്നെ ആദിവാസികളുടെ ലൈഫ് സ്റ്റൈലും ജീവിത രീതിയും ഒക്കെ അവർക്ക് ആക്ച്വലി കറണ്ടിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് അവർക്കതിൻ്റെ നെസസിറ്റി ആവശ്യമില്ല. അവർ പ്രകൃതിയോട് വളരെ അടുത്ത് ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. പ്രകൃതിയെ വളരെ കുറച്ച് ചൂഷണം ചെയ്ത് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ആദിവാസികൾ. അപ്പോൾ അവർക്ക് ഈ കറണ്ടിൻ്റെ ആവശ്യം ഇല്ല. और रहस्य समझ में आता है कि मेघालय में खपत से ज़्यादा बिजली क्यों होती है और क्यों अतिरिक्त बिजली आसपास के राज्यों को दे दी जाती है. वैसे यदि यहाँ सभी गांव बिजली से जगमगा उठें तो भी अतिरिक्त बिजली का उत्पादन होता रहेगा. അപ്പോഴാണ് എനിക്ക് ആ സീക്രട്ട് മനസ്സിലായത്. ഇവർ എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റ്സിന് ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കാരണം ഇവരത്ര കൺസ്യൂം ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഇവർ എല്ലാവരും കൺസ്യൂം ചെയ്തു തുടങ്ങിയാൽ പോലും പിന്നെയും സർപ്ലസ് എമൗണ്ട് ഓഫ് എനർജി ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കാരണം അത്രയ്ക്ക് മഴയാണ് വർഷം മുഴുവൻ ഇവർക്ക് ലഭിക്കുന്നത്. हम पहाड़ों को निहारते हुए चेरापूंजी की ओर बढ़ रहे हैं. सड़क के उस पार पहाड़ी कोहरे से घिरी हुई है. कुछ नहीं दिखाई देता सिवा धवल उज्ज्वल कोहरे के. या फिर कहीं कहीं कोहरे को चीरते हुए कुछ चोटियाँ और वृक्ष नज़र आते हैं. അപ്പോൾ ഈ മലകളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ചെറാപുഞ്ചിയിലേക്ക് ഇങ്ങനെ പ്രയാണം ചെയ്യുകയാണ്. റോഡിൻ്റെ 2 സൈഡിലും കുഹരേസെ ഗിരി ഹുയ, മഞ്ഞ് മൂടിയിരിക്കുകയാണ്. കുച്ച് നഹി ദിഖായി ദേത്ത, വളരെ ഒട്ടും വിസിബിലിറ്റി ഇല്ല, കാരണം മഞ്ഞിങ്ങനെ മൂടിയിരിക്കുകയാണ്. സിവാ ധവൽ ഉജ്വൽ കുഹരെ, നല്ല വെളുത്ത മഞ്ഞിൻ്റെ ഇങ്ങനെ പടലം ഇങ്ങനെ കാണാം.
കहीं കहीं കുഹരെ को चीरते हुए कुछ ചോട്ടിയാ और വൃക്ഷ നസർ ആते हैं. അങ്ങനെ ഇരിക്കുമ്പോൾ മഞ്ഞൊന്ന് തെളിയുമ്പോൾ മലമുകളോ അല്ലെ വൃക്ഷങ്ങളൊക്കെ കാണാം. തീൻ പർവ്വതീയ അഞ്ചലോ മേ ബട്ടാ ഹുവാ ഹെ മേഘാലയ. അപ്പോൾ ഇനി ഇതിൻ്റെ ജോഗ്രഫിക്കൽ, നമ്മളൊരു യാത്ര തിരിക്കുമ്പോൾ യാത്രാ വിവരണത്തിൽ നമുക്കതിൻ്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷനും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് 3 പർവ്വതീയ അഞ്ചലോമേ ബട്ടാ ഹുവാ ഹെ മെയിനായിട്ട് 3 ഡിവിഷൻസാണ് ഈ മേഘാലയയിലുള്ളത്. ഒന്ന് ഖാസി പർവ്വത്, ഗാരോ പർവ്വത് ഓർ ജയന്തിയ പർവ്വത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 3 പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ട്രൈബ്സിനെ ആ പേരിലാണ് അറിയപ്പെടുന്നത്. और इन्हीं 3 पर्वतीय अंचलों से बने हैं 5 ജില്ലേ. ഈ 3 മൗണ്ടനസ് ഏരിയ മെയിൻ ഡിവിഷൻസ് ഏതൊക്കെയാണ്? ഖാസി, ഗാരോ, ജയന്തിയ. പിന്നെ ആ ഡിവിഷൻസ് 5 ജില്ലകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. പൂർവി ഖാസി പർവ്വത് ജില്ല, പശ്ചിമി ഖാസി പർവ്വത് ജില്ല, പൂർവി ഗാരോ പർവ്വത് ജില്ല, പശ്ചിമി ഗാരോ പർവ്വത് ജില്ല और ജയന്തി. അത് ഓക്കെ, 5 ഡിവിഷൻസ് ഉണ്ട്. हर अंचल की अपनी अलग संस्कृति है, रीति रिवाज, पर्व, उत्सव हैं. लेकिन हर कहीं പാരിവാരിക് വ്യവസ്ഥ മാത്ര സത്താത്മക് ഹെ. അപ്പോൾ ഈ ഒരു 5 ജില്ല ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 3 മൗണ്ടനിയസ് ഡിവിഷൻസ് ഉണ്ട്, ഖാസി, ഗാരോ, ജയന്തിയ. ഇവർക്കെല്ലാവർക്കും ഓരോരോ രീതികളുണ്ട്. ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അല്പം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ തിരുവനന്തപുരത്തിലെ ഭാഷയും ജീവിത രീതിയും അല്ല തൃശ്ശൂർ, അതല്ല കോഴിക്കോട്, കാസർഗോഡ്, അങ്ങനെ വ്യത്യാസമുള്ളതുപോലെ ഇവരിലും അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ മാതൃസത്താത്മക വ്യവസ്ഥയാണ്. മാട്രിനീനിയൽ എന്ന് വെച്ചാൽ സ്വത്ത് മുഴുവനും പെൺകുട്ടികൾക്ക് വരുന്ന രീതിയിലുള്ള ഒരു കൾച്ചറാണ് ഇവർക്ക്. ഈ എല്ലാ ട്രൈബ്സിനും അങ്ങനെയാണ്. സ്ത്രീകൾക്കാണ് കുടുംബത്തിൽ പ്രാധാന്യം. ഭൂമി, ധൻ, സമ്പത്തി സബ് മാ സെ ബേട്ടി കോ മിൽത്തി ഹെ. അമ്മയിൽ നിന്ന് അത് ആ സ്വത്തെല്ലാം പോകുന്നത് മകൾക്കാണ്, മകളിൽ നിന്ന് അവിടെ മകൾക്കാണ്. അപ്പോൾ അവിടെ ഒരു മാതൃസത്താത്മക വ്യവസ്ഥയാണ് ഈ ഏരിയയിൽ മുഴുവനും. मातृसत्तात्मक व्यवस्था होने के कारण यहाँ नारी शोषण की वैसी घटनाएं नहीं होती जैसे कि देश की अन्य भागों में देखने सुनने को मिलती है. അത് വളരെ ഒരു പോസിറ്റീവ് ഒരു കാര്യമാണ്. അവിടെ ഈ പിതൃസത്താത്മകല്ല. ബാക്കി സ്ഥലങ്ങൾ, ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളിലെ പോലെയല്ല, ഇവിടെ മാതൃസത്താത്മകമാണ്. അപ്പം സ്ത്രീകൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇവരുടെ സമൂഹത്തിൽ ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഇൻസിഡൻസ് വളരെ കുറവാണ്, അങ്ങനെ ഇല്ല. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഇൻസിഡൻസ് വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. സ്ത്രീ കാ യഹാ വർച്ചസ്വ ഹെ. ഇവിടെ സ്ത്രീക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. यह एहसास गुवाहाटी से मेघालय की सीमा में घुसने के साथ ही होने लगता है. ഈ ഒരു ഫീലിംഗ് ഗുവാഹട്ടിയിൽ നിന്ന്, ഗുവാഹട്ടി എന്ന് പറയുമ്പോൾ ആസാമിലെ പ്ലേസ്, ആസാമിൽ നിന്ന് മേഘാലയയിലെ ബോർഡറിലേക്ക് കയറുമ്പോഴേ നമുക്ക് മനസ്സിലാവും. तमाम दुकानों पर स्त्रियां सौदा बेचती और बेहिचक बतियाती दिखाई देती हैं. ആ ആസാമിൻ്റെ ബോർഡറിൽ നിന്ന് നമ്മൾ മേഘാലയക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അറിയാം, മിക്ക കടകളിലും എല്ലായിടവും സ്ത്രീകളാണ് റൺ ചെയ്യുന്നത്. शिलोंग में भी उन्हें दुकानों पर बैठे देखा जा सकता है. शायद कमोबेश यह स्थिति पूर्वोत्तर के अन्य राज्यों में भी है, भले ही वहाँ മാതൃസത്താത്മക പരിവാർ വ്യവസ്ഥ ന ഹോ. ഈ ഒരു ട്രെൻഡ് നോർത്ത് ഈസ്റ്റിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. സ്ത്രീകളാണ് കടകളിലെല്ലാം നടത്തുന്നത്. സ്ത്രീകൾക്കൊരു പ്രാതിനിധ്യം സമൂഹത്തിലും അവരുടെ ഒരു കൾച്ചറിലും ഉണ്ട്. कुछ साल पहले मणिपुर की राजधानी इम्फाल में भी यही सब देखा था. स्त्रियों का एक पूरा का पूरा बाज़ार ही है वहाँ, जिसे माइती बाज़ाർ कहते हैं. ഇനി മണിപ്പൂരിൽ, ഇതൊരു 7 സിസ്റ്റേഴ്സിലെ ഒരു സ്റ്റേറ്റാണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റാണ് മണിപ്പൂർ. അവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റ്, ഒരു ഫുൾ മാർക്കറ്റ്, അവിടെ ഫുൾ സ്ത്രീകളാണ് കച്ചവടക്കാർ. അതിനെ മായിത്തി ബാസാർ എന്ന് പറയും, യാനി മാ കാ ബാസാർ, അതാണ് അതിൻ്റെ മീനിങ്. दिन दोपहर हुई नहीं कि सिर पर सब्जी, कपड़ों या अन्य सामान के टोकरे रखे स्त्रियां भी इस बाज़ार में आ पहुंचती है. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കിന് തലയിൽ കൊട്ടയും വട്ടിയും ഇതുപോലത്തെ ഇതാണ് മായിത്തി മാർക്കറ്റ്. കാണാൻ എന്ത് മനോഹരമാണ് അല്ലേ. ഈ ബാംബു കൊണ്ടുള്ള ഈ ഇവരുടെ പ്രത്യേക തരത്തിലുള്ളൊരു ഹാൻഡിക്രാഫ്റ്റാണ്. ഈ മാർക്കറ്റിൽ നോക്കിയെല്ലാം സ്ത്രീകളാണ്, നിറയെ സ്ത്രീകളാണ് വിൽക്കാൻ വരുന്നത്. ഇതാണ് അവരുടെ ഒരു ട്രഡീഷണൽ മായിത്തി മാർക്കറ്റ്.
दिन भर सामान की बिक्री कर शाम को अपने अपने घर लौट पड़ती हैं. കിസി പ്രകാർ കാ വർഗ ഭേദ് നഹി. അതിനൊരു പ്രത്യേകത അത് പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല ഇവിടെ. യാനി അമീർ ഘരോं की स्त्रियां भी इस माइती बाजार में मिल जाएंगी और गरीब घरों की स्त्रियां भी. അപ്പം നമ്മൾ അങ്ങനെയില്ല. ഇങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകളും ഈ മായിത്തി ബാസാറിൽ വരും. അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. തലയിൽ കൊട്ടയൊക്കെ വെച്ച് പച്ചക്കറിയോ അവർക്ക് എന്താ വിൽക്കാനുള്ളത് കൊണ്ടിവിടെ കൊണ്ട് വിൽക്കും. അതല്ല നമ്മുടെ ഇവിടുത്തെ പോലെ അല്പം ഒന്ന് സാമ്പത്തികമായാൽ പിന്നെ ഈ പണിക്കൊന്നും പോവില്ല, അങ്ങനെയല്ല. അത് അവരുടെ ഒരു കോമൺ കൾച്ചറാണ്. അതിലൊരു വർഗ്ഗഭേദവും വർണ്ണഭേദവും ഇല്ല. और यह बाज़ार केवल इम्फाल में ही नहीं है, मणिपुर के हर नगर कस्बे गांव में है. वहाँ की संस्कृति का एक अटूट सिलसिला है. ഇത് അവരുടെ സംസ്കൃതി, അവരുടെ കൾച്ചറിൻ്റെ ഒരു വളരെ അനിവാര്യമായ ഒരു തത്വമാണ് ഈ മായിത്തി ബാസാർ. അവർക്കതിലൊരു നാണവും ഇല്ല. അത് അവർ എൻജോയ് ചെയ്യുന്നത്. ഈവൻ സ്ത്രീകൾക്ക് ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ മായിത്തി മാർക്കറ്റ്. बड़ी दिलचस्प बात बताई थी इम्फाल में मिली एक महिला ने, जो लखनऊ की रहने वाली थी और जिसका लखनऊ विश्वविद्यालय के विधि संकाय के एक मणिपुरी छात्र से प्रेम हो गया था. അപ്പോൾ ഈ പ്രദീപ് പന്തിന് ഓർമ്മ വരികയാണ് ഒരു സ്റ്റോറി. ഒരിക്കൽ ഒരു ലഖ്നൗവിലെ യുപിയിലുള്ള ഒരു ലേഡി ഒരു ലഖ്നൗ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവർ മണിപ്പൂരി ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലായി. यह छात्र शिक्षा पूरी करके इम्फाल लौटते समय इस महिला को अपनी पत्नी बनाकर साथ ले आया था. അപ്പോൾ ഈ ലഖ്നൗവിലുള്ള പെൺകുട്ടി മണിപ്പൂരിലുള്ള പയ്യനുമായിട്ട് പ്രണയിച്ച് പഠിത്തം കഴിഞ്ഞ് തിരിച്ച് മണിപ്പൂരിലെത്തിയപ്പം ഇവർ ഭാര്യയും ഭർത്താവുമായിട്ട് മണിപ്പൂരിൽ വന്നു. इस उत्तर भारतीय पत्नी ने जब अपनी सास को सवेरे सवेरे सिर पर टोकरा रख कर बाजार जाते देखा तो 1 दिन 2 दिन 3 दिन बीत जाने के बाद आखिर एक दिन उसे टोकरे के साथ सामान बेचने बाजार जाने से रोक दिया. അപ്പോൾ ഈ ലഖ്നൗവിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി മരുമകളായിട്ട് മണിപ്പൂരിലെത്തുകയും അവിടെ കാണുന്ന എന്താണ്, അമ്മായിയമ്മ രാവിലെ തലയിൽ കൊട്ടയും വട്ടിയൊക്കെ വെച്ച് മാർക്കറ്റിലേക്ക് വിൽക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സാമാന്യ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് ഈ മരുമകൾക്കൊട്ടും മനസ്സിലാവുന്നില്ല. അത് ദഹിക്കാനും പറ്റുന്നില്ല, അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് തടഞ്ഞു. സാസ് ചെഹരെ पर उदासी लिए 2-4 दिन रुकी रही पर आखिर एक दिन वह फिर माइती बाजार की ओर चल ही दी. അമ്മായിയമ്മയ്ക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി, മരുമകൾ അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ. കുറച്ച് ദിവസം അമ്മായിയമ്മ ഇങ്ങനെ പോകാതിരുന്നു. പിന്നെ അവരെ കൊണ്ടത് പറ്റിയില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റിൽ അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡവും എൻജോയ് ചെയ്യുന്നൊരു പ്ലേസ് ആയിരിക്കാം ഈ സ്ത്രീകൾക്ക്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ശേഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്കതൊരു അവരുടെ ഒരു സ്പേസാണ്. അപ്പോൾ ആ സ്ത്രീ, ആ മദർ ഇൻ ലോ, അവർ പിന്നെയും മാർക്കറ്റിൽ പോയി തുടങ്ങി. यह घटना धीरे धीरे सास बहू के बीच टकराव का कारण बन गई. अंततः एक दिन इस उत्तर भारतीय महिला के मणिपुरी पति ने उसे समझाया, इसके पीछे कोई आर्थिक मजबूरी नहीं. माइती बाज़ार हमारी समाज व्यवस्था का, हमारी संस्कृति का सदियों पुराना अंग है. माँ को वहाँ जाने दो, उसे रोको नहीं. അപ്പോൾ ആ മണിപ്പൂരി പയ്യൻ പറയും, ഇതിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കാരണമല്ല അമ്മ പോകുന്നത്, ഇത് ഞങ്ങളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്, അത് ട്രഡീഷണലി ഞങ്ങളങ്ങനെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് അമ്മനെ അത് തടസ്സപ്പെടുത്തണ്ട. इम्फाल के कांचीपुर में स्थित मणिपुर विश्वविद्यालय के हिंदी विभाग में आयोजित एक साहित्यिक सम्मेलन में मिली इस उत्तर भारतीय महिला ने हंसते हुए हम लोगों से कहा था, अगर आप लोग चाहें तो माइती बाज़ार में मेरी सास से आज शाम की सब्जी ഖരീദ് സക്തേ ഹെ. പിന്നീട് ആ ലഖ്നൗവിലുള്ള ആ മരുമകൾ, ലഖ്നൗവിൽ നിന്ന് വന്ന ആ മരുമകൾ ഇതുമായിട്ടൊരു പൊരുത്തപ്പെട്ടു. എന്നിട്ട് ഞങ്ങളോട് ഒരിക്കൽ ഒരു സെമിനാറിന് കണ്ടപ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ മായിത്തി ബാസാറിൽ നിന്ന് എൻ്റെ മദർ ഇൻ ലോയിൻ്റെ നിന്ന് വെജിറ്റബിൾസൊക്കെ മേടിക്കാം കേട്ടോ. അവരതിനോടൊരു പൊരുത്തപ്പെട്ടു മരുമോൾ. കാരണം അവർക്ക് മനസ്സിലായി മണിപ്പൂരിലെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണത്, അതൊരു ദാരിദ്ര്യം കൊണ്ട് പോകുന്നതല്ല. തലയിൽ കൊട്ടയും പച്ചക്കറിയൊക്കെ തലയിൽ കൊട്ടയും ബാസ്ക്കറ്റും ഒക്കെ വെച്ച് പോകുന്നത് അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്, അതിനെ ആ രീതിയിൽ എടുത്താൽ മതി. അപ്പം നമ്മൾ ഈ പ്രദീപ് പന്തുമായിട്ടുള്ള ഈ യാത്ര ഇനിയും തുടരും. സ്റ്റേ ട്യൂൺഡ്.
നമുക്ക് ഈ യാത്ര മനോഹരമായ ഷില്ലോങ്ങിലൂടെയും ചെറാപുഞ്ചിയിലേക്ക് എത്തുന്നവരെയുള്ള ഈ യാത്രയിൽ നമുക്ക് ആ നോർത്ത് ഈസ്റ്റേൺ കൾച്ചറും അവിടുത്തെ രീതികളും ഒക്കെ പരിചയപ്പെടാനുള്ളൊരവസരമാണ്. അപ്പോൾ അടുത്ത ഒരു അപ്ലോഡിങ് ആവുന്നത് വരെ നന്ദി, നമസ്കാരം.